നീലിമയ്ക്ക് വല്ലാത്ത പേടി തോന്നി. അശ്വിനെ അവർ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പവും തനിക്കില്ല. എന്നാ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ. അശ്വിൻ ഇപ്പോ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങിക്കാണും. അവൾ ചിന്തിച്ചു. എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിച്ചു. ഗൂഗിളിൽ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വനാഥനൊന്ന് കാണുമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇല്ല, അത്യാവശ്യമാണ്, ഒന്ന് കണ്ടേ പറ്റൂ. നോക്കൂ മാഡം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എനിക്ക് നിങ്ങൾ അകത്തേക്ക് വിടാൻ പറ്റില്ല. സോറി. വൈകുന്നേരം വരെ അവൾക്ക് ആ ഇരിപ്പ് തുടരേണ്ടി വന്നു. സിദ്ധാർത്ഥ ഓഫീസിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടപ്പോൾ നീലിമ അവന്റെ അരികിലേക്ക് നടന്നു. പക്ഷേ അവൻ നീലിമയെ ശ്രദ്ധിച്ചില്ല. അവൾ അടുത്ത് ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലേക്ക് കയറിയിരുന്നു. അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന് മുന്നിലേക്ക് ചാടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അയാൾ പറഞ്ഞു, മാഡം, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എനിക്ക് സാറിനൊന്ന് കാണണം, അവൾ പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയും എന്നുറപ്പാണ്. മാഡം, സാറ് കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വരൂ. അയ്യോ, അത് പറ്റില്ല, വളരെ അത്യാവശ്യമാണ്, സാറിനോടൊന്ന് പറയാമോ? ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥിനെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഡ്രൈവർ അവനോട് കാര്യം പറഞ്ഞു. ഞാനിപ്പോ തിരക്കിലാണെന്ന് പറ, അവൻ പറഞ്ഞു. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെ കാണാതെ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി. അവളോട് കാറിനുള്ളിൽ കയറാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങി ചെന്ന് നീലിമയോട് പറഞ്ഞു. കാറിലേക്ക് കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം കാര്യം പറഞ്ഞിട്ട് പോകും മാഡം, എനിക്കൊരു സഹായം വേണം, അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് സഹായമോ? കൊള്ളാമല്ലോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് കണ്ടപ്പോ പറഞ്ഞത്. സോറി സർ, സഹായം ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചു. പെട്ടെന്ന് വെയിലിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിലല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്നവൾക്ക് തോന്നി. CCTV ദൃശ്യങ്ങളിൽ പെടാതെ നീലിമ അകത്ത് കടന്നു. അപ്പോഴാണ് അഞ്ജലിയും ആദിയും അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത്. അവർ രണ്ടുപേരും അശ്വിനെ കാണാനായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം പോകുവാൻ തീരുമാനിച്ചു. അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേയുള്ളൂ ഇനിയൊരു മാർഗം. അഞ്ജലിയും ആദിയും ഉടനെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നാലെ അവർ കാണാതെ നീലിമയും. ആദിയുടെ കാർ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിലിരുന്ന നീലിമ കണ്ടു. അവൾ അവർക്ക് പിന്നാലെ ചെന്നു. അപ്പോഴേക്കും അഞ്ജലിയും ആദിയും ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു. നീലിമ അവരുടെ പിറകെ പോവാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവളെ തടഞ്ഞു. ഞാൻ ഒരാൾ കാണാൻ വന്നതാണ്, നീലിമ പറഞ്ഞു. എന്നാ ആളുടെ പേര് പറയൂ. റിസപ്ഷനിസ്റ്റ് വിടാനുള്ള ഭാവമില്ല. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. നീലിമ എഴുന്നേറ്റ് നേരെ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു. ഹലോ, ഞാൻ വന്നത് ഒരു ജോലിക്കാരെ സംസാരിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസറെ കാണാനാണ്, നീലിമ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചു. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു. അവൾ ആകാംക്ഷയോടെ അകത്തേക്ക് നടന്നു. കുട്ടി, നിനക്ക് പറ്റിയ ജോലിയല്ല ഇത്, സൂപ്പർവൈസർ നീലിമയോട് പറഞ്ഞു. എനിക്ക് പറ്റും സർ, ട്രസ്റ്റ് മീ, നീലിമ പറഞ്ഞു. അവളുടെ മുഖം ക്ഷീണം കൊണ്ട് വിളറിയിരുന്നു. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. പക്ഷേ അവളുടെ വേഷം കണ്ടാൽ വെയിറ്റർ ജോലി അന്വേഷിച്ചു വന്ന ഒരാളായി തോന്നുന്നില്ലായിരുന്നു. എങ്കിലും സൂപ്പർവൈസർ അവളോട് പറ്റില്ലെന്ന് പറഞ്ഞില്ല. ശരി, എങ്കിലൊരു കാര്യം ചെയ്യൂ, കുട്ടി നാളെ മുതൽ ജോലിക്ക് വന്നോളൂ, നമുക്ക് നോക്കാം. എനിക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റിക്കണ്ടാ കൊള്ളാവുന്നുണ്ട്, നീലിമ ചോദിച്ചു. അശ്വിൻ ഏതു മുറിയിലാണെന്നറിയാൻ ഹോട്ടൽ മൊത്തം തിരഞ്ഞു പറ്റൂ എന്നവൾക്ക് അറിയാമായിരുന്നു. സൂപ്പർവൈസർ അത് കേട്ട് എന്തോ ആലോചിച്ചു നിന്നു. ചോദിച്ചത് അബദ്ധമായി പോയെന്ന് നീലിമയ്ക്ക് തോന്നി. അത് പിന്നെ സർ, എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട നാളെ ജോലിക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും, അതുകൊണ്ടാ, നീലിമ പറഞ്ഞു. ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥത കണ്ട്
സൂപ്പർവൈസർക്ക് സന്തോഷം തോന്നി. ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് അയാൾ നീലിമയെ പരിചയപ്പെടുത്തി. സാന്ദ്ര, ഇത് നീലിമ, പുതിയതായി ജോലിക്ക് വന്നതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സൂപ്പർവൈസർ പറഞ്ഞു. ഓക്കെ സർ, സാന്ദ്ര പറഞ്ഞു. നീലിമയെ നോക്കി സാന്ദ്ര ചിരിച്ചു. സാന്ദ്രയുടെ ഒപ്പം നീലിമ കയറിപ്പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും വേണ്ടിയാകും അവിടേക്ക് വന്നതെന്ന് അവൻ ചിന്തിച്ചു. അതെ, CCTV ഒക്കെയുള്ള കൺട്രോൾ റൂം എവിടെയാ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ കുട്ടിക്ക് അത്? അല്ലടോ, ഇപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെയല്ലേ എല്ലാവരും പോകുന്നേ. അപ്പോ അതല്ല ആദ്യം കാണേണ്ടത്. നീലിമ ചോദിച്ചു. സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞുകൊടുത്തു. അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം 2 ബോഡിഗാർഡ് കാവൽ നിൽക്കുന്നതായി അവൾ കണ്ടു. ഉറപ്പായും അശ്വിൻ അതിലുണ്ടാവും. ആ മുറിയിൽ കയറാൻ എന്താ വഴി? നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു വെയിറ്റർ ട്രോളിയുമായി ആ മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത് അവൾ കണ്ടത്. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ന്യൂ ജോയിനിയാണ്. നിങ്ങൾ വളരെ ക്ഷീണിച്ചല്ലോ. ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ. ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം. നീലിമ പറഞ്ഞു. അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ അയാൾ മറുത്തു പറഞ്ഞില്ല. അവൾ ഉടനെ ആഹാരം നിറച്ച ട്രോളിയും തള്ളിക്കൊണ്ട് ബോഡി ഗാർഡ്സിന് അരികിലേക്ക് നടന്നു. ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. നീലിമ ചെന്ന് ലൈറ്റ് ഇട്ടു. അവിടെയെല്ലാം തിരഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരെവിടെയാണോ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്? നീലിമ ചിന്തിച്ചു. എല്ലായിടത്തും ഒന്നുകൂടെ തിരഞ്ഞ ശേഷം നിരാശയോടെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ആരോ കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഉള്ളിൽ ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കാണുന്നതിന് മുൻപ് പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണുടഞ്ഞു. കുളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് ഈ ശബ്ദം കേട്ട് ടവലെടുത്ത് പുതച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. സിദ്ധാർത്ഥിനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി. എന്റെ ദേവി, പിന്നെ ഞാൻ ഈ കാലന്റെ കയ്യിലാണല്ലോ വന്ന് പെട്ടത്. നീലിമ മനസ്സിൽ പറഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു. അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. നിന്നെക്കൊണ്ട് വലിയ ശല്യമായല്ലോ. നീ ഇവിടെ എത്തിയോ? നാശം, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ എഴുന്നേറ്റ് നിന്നു. സി മിസ്റ്റർ സിദ്ധാർത്ഥ്, സത്യമായിട്ടും ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. വേറൊരു ആവശ്യത്തിന് വന്നതാ. എന്റെ മുറിയില് അങ്ങനെ എന്താവശ്യം നിനക്ക്? സിദ്ധാർത്ഥന്റെ ചോദ്യത്തിന് നീലിമ മറുപടി പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി, നീ എന്നോട് പിന്നെയും ഹെൽപ്പ് ചോദിച്ചു വന്നതല്ലേ. സത്യം പറ. അല്ല, സത്യം. നോക്കൂ സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളെ തേടി വന്നതല്ല. എന്റെ മോൻ ഈ മുറിയിൽ കാണുന്ന വിചാരിച്ച് അവൻ അന്വേഷിച്ചു വന്നതാ. വന്നപ്പോ അവൻ ഇല്ലെന്ന് മനസ്സിലായി. തിരിച്ചു പോകുന്ന വഴി ഈ ഫ്ലവർ വേസ് കൈതട്ടി നിലത്തു വീണു. അത്രയാണ് സംഭവിച്ചത്, നീലിമ പറഞ്ഞു. നീലിമ പുറത്തെ കോറിഡോറിലെത്തി. അപ്പോൾ അതിലൂടെ സാന്ദ്ര വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് VIP ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാൻ പാടില്ല. താൻ വാ, കുറെ സ്ഥലം ഇനിയും കാണാനുണ്ട്. നീലിമ അത് കേട്ട് സാന്ദ്രയുടെ ഒപ്പം നടന്നു. അപ്പോൾ മുറിയിൽ തന്റെ ബോഡി ഗാർഡുമായി സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അവൾ എങ്ങനെ മുറിയിൽ കയറി? സർ, ആ കുട്ടി ഇവിടുത്തെ സ്റ്റാഫാണ്. ഇന്ന് ജോലിക്ക് ചേർന്നതാ. അതാ ഞങ്ങൾ അകത്തേക്ക് വിട്ടത്. ബോഡി ഗാർഡിൽ ഒരാൾ പറഞ്ഞു. ജോലിക്കോ? നിങ്ങള് ശരിക്കും അന്വേഷിച്ചോ? യെസ് സർ, ശരിക്കും അന്വേഷിച്ചതാ. ആ കുട്ടി ജോലിക്ക് വന്നതാണ്, ബോഡി ഗാർഡ് ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം ചിന്തിച്ചു. കുഞ്ഞിനെ അന്വേഷിച്ചു വന്നു എന്നാണ് തന്നോട് പറഞ്ഞത്. അപ്പോൾ അവൾ വീണ്ടും കള്ളം പറഞ്ഞിരിക്കുന്നു. അവരുടെ അടുത്തുള്ള മുറിയിൽ നിന്ന് ആരൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന് അങ്ങനെ ബഹളം കേൾക്കുന്നത് ഇഷ്ടമല്ല. അവന് ദേഷ്യം വരാൻ തുടങ്ങി. ഇത് മാനേഴ്സ് ഇല്ലാത്ത ടീം. ആരാണെന്ന് പോയി നോക്ക്, സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ പറഞ്ഞു. ശരി സർ. ബോഡിഗാർഡ് പുറത്തേക്ക് ചെന്നിട്ട് ശബ്ദം കേട്ട മുറിയുടെ വാതിൽ തട്ടി. അപ്പോൾ അകത്തു നിന്നും ഒരാൾ ഇറങ്ങി വന്നു. എന്തൊരു ശബ്ദമാണത്? അടുത്തുള്ള മുറിയിലൊക്കെ ആളുകളുണ്ടെന്നറിയില്ലേ? ഒരല്പം മാനേഴ്സ് കാണിച്ചൂടെ? ബോഡിഗാർഡ് ചോദിച്ചു. ക്ഷമിക്കണം, ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ പയ്യനുണ്ട്. അവൻ ഈ മാനേഴ്സ് ഒന്നും അറിയില്ലല്ലോ, അതാ. ഇനി ഉണ്ടാവില്ല. ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന അയാൾ പറഞ്ഞു.
ബോഡിഗാർഡ് കൂടുതലൊന്നും സംസാരിക്കാതെ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് തിരിച്ചു വന്നു. അത് അവരുടെ കൂടെയുള്ള ഒരു കൊച്ചുകുട്ടി കരയുന്നതാ സർ. അതെന്താ കുട്ടി കരയുന്നത്? അവരുടെ കൂടെ സ്ത്രീകൾ ആരുമില്ലേ? ഇല്ലെന്ന് തോന്നുന്നു, ബോഡിഗാർഡ് പറഞ്ഞു. പെട്ടെന്ന് നീലിമ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ കാര്യം സിദ്ധാർത്ഥിന് ഓർമ്മ വന്നു. അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ മുറിയിലുള്ളത് അവളുടെ മകനായിരിക്കണം. അവിടെ ചെന്ന് നോക്കാൻ തന്നെ സിദ്ധാർത്ഥ് തീരുമാനിച്ചു. ഉടനെ അവൻ മുറിയിൽ നിന്നിറങ്ങി. എന്നിട്ട് അടുത്ത മുറിയുടെ വാതിൽ തട്ടി. അപ്പോൾ വീണ്ടും അതേ ആൾ വന്ന് വാതിൽ തുറന്നു. ആ കുട്ടി എന്തിനാ കരയുന്നത്? അതിന്റെ അമ്മ കൂടെയല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. കുട്ടികളാവുമ്പോ കരയും, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? സിദ്ധാർത്ഥ് അയാളെ പിന്നിലേക്ക് പിടിച്ചു തള്ളി. അയാൾ പിന്നിലേക്ക് വീണപ്പോൾ വാതിൽ മലർക്കെ തുറന്നു. ആ മുറിയിൽ ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന ഒന്നിലധികം പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അശ്വിനെ അയാൾ കണ്ടു. ഒരാൾ അശ്വിന്റെ വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അപരിചിതനായ ഒരാൾ മുറിയിലേക്ക് കടന്നു വന്നത് കണ്ട് അയാൾ പെട്ടെന്ന് കൈയെടുത്തു. കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ രക്തം തിളച്ചു. അവൻ അകത്തേക്ക് ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഗുണ്ട പിടിവിട്ട് നിലത്തേക്ക് വീണു. അശ്വിൻ അവശനായിരുന്നു. അവൻ ഡാഡി എന്ന് വിളിച്ചു കരഞ്ഞു. ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവനോട് അതിയായ വാത്സല്യം തോന്നി. അശ്വിനെ ബോഡിഗാർഡ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം സിദ്ധാർത്ഥ് തന്റെ ബെൽറ്റ് ഊരിയെടുത്ത് ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരെയും പൊതിരെ തല്ലി. അത്രയും പ്രിയപ്പെട്ട ആരെയോ വേദനിപ്പിച്ചതുപോലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ അപ്പോഴത്തെ ഭാവം. അത് കണ്ട് ബോഡിഗാർഡ് പരസ്പരം നോക്കി. അശ്വിനെ മുറിയിൽ കൊണ്ടു ചെന്നാക്കിയ ശേഷം സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ച് ചിന്തിച്ചു. അവൾ പറഞ്ഞ കാര്യം വിശ്വസിച്ചിരുന്നുവെങ്കിൽ കുഞ്ഞിനെ നേരത്തെ തന്നെ രക്ഷിക്കാമായിരുന്നുവെന്ന് അവന് തോന്നി. അശ്വിൻ, അവരെന്തിനാ മോനെ ഇവിടെ കൊണ്ടുവന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് അവരില്ലേ ഡാഡി, അമ്മ തള്ളിയിട്ടെന്ന് പറഞ്ഞ ആ ആന്റി ഇല്ലേ, അവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടത്. ഡാഡി, അവരെയൊന്നും കണ്ടിട്ട് ഞാൻ പേടിച്ചില്ല. അതെന്താന്നറിയോ? ഡാഡി എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ചിരിച്ചു. അവർക്ക് എന്നെ അമ്മ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന. ഗ്രാൻഡ്പ അമ്മ എപ്പോഴും വഴക്കു പറയും. അത് കേട്ട് നീലിമയുടെ അവസ്ഥ ഏകദേശം സിദ്ധാർത്ഥിന് മനസ്സിലായി. സാരമില്ല, നിനക്ക് അമ്മയുടെ നമ്പർ അറിയില്ലേ? എന്നാ ഇതിൽ വിളിച്ച് നിന്നെ കൊണ്ടുപോകാൻ വരാൻ പറ. അശ്വിൻ അത് കേട്ട് താല്പര്യമില്ലാത്ത മട്ടിൽ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ കോള് കണക്റ്റ് ആയില്ല. അതോടെ അശ്വിൻ ആകെ സങ്കടത്തിലായി. അമ്മയെ ഫോണിൽ കിട്ടുന്നില്ല ഡാഡി, എനിക്ക് എന്റെ അമ്മയെ കാണണം, അശ്വിൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെയാ? ശബ്ദമുയർത്തി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവന്റെ കരച്ചിൽ കൂടുകയുള്ളൂ എന്ന് സിദ്ധാർത്ഥന് തോന്നി. അവന് ശരിക്കും അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് അശ്വിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അച്ചു. ആദ്യമായാണ് അവൻ അശ്വിനെ അത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്. അശ്വിൻ അത് കേട്ട് അവനെ നോക്കി. ആ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോൻ പേടിക്കണ്ട, ചിലപ്പോ അമ്മയുടെ ഫോണിന് എന്തെങ്കിലും ഇഷ്യൂ കാണും. ഒരു കാര്യം ചെയ്യാം, മോൻ ഇന്നിവിടെ എന്റെ കൂടെ താമസിക്കേ. നാളെ രാവിലെ അമ്മ എന്തായാലും നിന്നെ അന്വേഷിച്ചു വരും. അശ്വിൻ അത് കേട്ട് കരച്ചിൽ നിർത്തി അവനെ നോക്കി. ശരിക്കും ഞാനിന്ന് ഡാഡിയുടെ കൂടെയാണോ? അവൻ വീണ്ടും ഡാഡി എന്ന് വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ് അസ്വസ്ഥനായി. പക്ഷേ അവനത് പുറമെ പ്രകടിപ്പിച്ചില്ല. അതോടെ അശ്വിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. മോൻ കിടന്നുറങ്ങിക്കോ, സിദ്ധാർത്ഥ് അവന്റെ കവിളിൽ തടവി പറഞ്ഞു. അശ്വിൻ മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നോക്കി നിൽക്കുകയാണ്. അവനെ കിടക്കയിൽ കിടത്തിയിട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, ഇനി മോൻ ഉറങ്ങിക്കോ. പക്ഷേ അവൻ ഉറങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഇനി എന്താ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഡാഡി കിടന്നിട്ടേ ഞാനും കിടക്കുന്നുള്ളൂ. മോനെ, എനിക്ക് കുറച്ച് ജോലികൾ തീർക്കാനുണ്ട്, മോൻ കിടന്നോ. സിദ്ധാർത്ഥ് തന്റെ അസ്വസ്ഥത പുറത്തു കാണിക്കാതെ പറഞ്ഞു. എന്നാ ഞാനും കിടക്കുന്നില്ല. മറുത്തെന്തെങ്കിലും പറഞ്ഞാൽ അശ്വിൻ വീണ്ടും കരയാൻ തുടങ്ങും. ഞാനും കിടക്കാം, വാ, സിദ്ധാർത്ഥ് ഗതിയില്ലാതെ പറഞ്ഞു. അശ്വിന് ഉത്സാഹം കൂടി. സിദ്ധാർത്ഥ് അല്പം അസ്വസ്ഥതയോടെ ബെഡിൽ വന്ന് കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. അശ്വിൻ ഉടനെ അവന്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു.
സിദ്ധാർത്ഥിന് അത് തടയാൻ കഴിഞ്ഞില്ല. അവൻ ചിന്തിച്ചു, പാവം കുഞ്ഞ്, അവന്റെ അച്ഛനെ കണ്ട സന്തോഷത്തിലാണ്. താൻ അവന്റെ അച്ഛനാണെന്ന് അശ്വിൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അതോർത്തപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ചെറിയ വേദന തോന്നി. അവൻ ഒരു കൈകൊണ്ട് അശ്വിനെ ചേർത്ത് പിടിച്ചു. അയാൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് തനിക്ക് ഈ കുഞ്ഞിനോട് ഒരു ആത്മബന്ധം തോന്നുന്നത്? ഹോട്ടലിലെ മുകൾ നിലയിൽ ഒരു മുറിയിൽ ആദിയുടെ ഒപ്പമായിരുന്നു അഞ്ജലി. ഈ ചെക്കനെവിടെ താമസിച്ചിരിപ്പിക്കുന്നതുകൊണ്ട് എന്തൊരു കഷ്ടമാ. ആ കൊച്ചിന്റെ തന്ത സിദ്ധാർത്ഥാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ആദി നിർവികാരമായി പറഞ്ഞു. അത് കേട്ട് അഞ്ജലി പരിഭവിച്ചു. എന്നാലും ആദി, ചേച്ചിയെന്ന് നിന്നെ ചതിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയാതെ പോയത്? അല്ലായിരുന്നേൽ നിങ്ങളുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞേനെ അല്ലേ? അല്ല, നീ എന്തിനാ ഇപ്പോ ഈ വിഷയം എടുത്തിടുന്നത്? ഒന്നുമില്ല. അന്ന് അവള് ചതിച്ചത് നന്നായെന്നും അതുകൊണ്ടാ നിന്നെ എനിക്ക് കിട്ടിയതെന്നും നീ പറയുമെന്ന് വിചാരിച്ചു. അഞ്ജലി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകൾ സത്യമാണെന്ന് കരുതിയ ആദി അവളെ ചേർത്ത് പിടിച്ചു. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ? ആദി പുറമെ കാണിക്കുന്ന വെറുപ്പൊന്നും നീലിമയോട് അവനില്ലെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അതോടെ ആദി തന്നെ വിട്ടുപോകുമെന്നുള്ള അവളുടെ ഭയം വർദ്ധിച്ചു. എന്തുപറ്റി? ആദി അഞ്ജലിയുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, എന്തോ ഒരു തലവേദന. അഞ്ജലി അവനിൽ നിന്ന് മാറി ബെഡിലേക്ക് കിടന്നു. അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം അറിയാതെ അവൻ അവളെ തന്നെ നോക്കി. പിറ്റേന്ന് രാവിലെ നീലിമ ഹോട്ടലിൽ ജോലിക്കായി വന്നു. അവളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം പ്രകടമാണ്. അശ്വിനെ കാണാതെ അവൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ല. പറഞ്ഞതിലും നേരത്തെ അവൾ വന്നത് കണ്ട സൂപ്പർവൈസർ പറഞ്ഞു, ഇങ്ങനെ വേണം കുട്ടി. ഇത്ര കൃത്യനിഷ്ഠയുള്ള കുട്ടികൾ ഇന്ന് കുറവാണ്. സൂപ്പർവൈസർ വളരെ സ്നേഹമുള്ള ആളായിരുന്നു. നീലിമ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞു, പിന്നെ മോളെ, ജോലിക്ക് കയറുമ്പോ ഒരു കാര്യം മാത്രം ഓർത്താ മതി. കസ്റ്റമറാണ് നമ്മൾക്ക് വലുത്. അവരെ വെറുപ്പിക്കരുത്. ഞാൻ നോക്കിക്കോളാം സർ. എന്നാ ജോലി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നീലിമയുടെ ജോലി അശ്വിനെ തിരയുക എന്നത് മാത്രമാണ്. അവൾ അതിനായി ഉടനെ മുകളിലെ നിലയിലേക്ക് പോയി. അവിടെയും അവൾക്ക് അശ്വിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുറികളിൽ പലതും അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. വെറുതെ തട്ടി വിളിച്ച് കസ്റ്റമറെ ബുദ്ധിമുട്ടിച്ചാൽ ജോലി പോവും. പിന്നെ ഈ ഹോട്ടലിൽ കയറാൻ പോലും സാധിക്കില്ല. എന്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ലല്ലോ, നീലിമ സ്വയം പറഞ്ഞു. അപ്പോഴേക്കും അവൾ നിൽക്കുന്നതിന്റെ അടുത്തുള്ള ലിഫ്റ്റ് തുറന്ന് അഞ്ജലി ഇറങ്ങി വന്നു. അഞ്ജലിയെ ഫോളോ ചെയ്താൽ അശ്വിനുള്ള മുറി കണ്ടുപിടിക്കാമെന്ന ചിന്തയിൽ നീലിമ അവളെ പിന്തുടർന്നു. അഞ്ജലി ആ ഇടനാഴിയിലൂടെ നടന്ന് ഒരു മുറിക്ക് മുന്നിലെത്തി. നീലിമ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അഞ്ജലി വാതിൽ തട്ടിയപ്പോൾ അകത്തുനിന്ന് 2 പുരുഷന്മാർ ഇറങ്ങി വന്നു. എവിടെ അവൻ? അഞ്ജലി മുറിയിൽ നിന്നിറങ്ങിയ പുരുഷനോട് ചോദിച്ചു. അത് മാഡം, അവൻ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഒരു ചെറിയ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടത്തെ ഗുണ്ടയാണോ? സോറി മാഡം. അവർ തല താഴ്ത്തി. ഇതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു നീലിമ. കുഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പോയി എന്നറിഞ്ഞ ഉടനെ അവൾ അവർക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അഞ്ജലി, എന്റെ മോൻ എവിടെ? മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നോ? നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി അവളെ അമ്പരപ്പോടെ നോക്കി. നീലിമയെ അഞ്ജലി അവിടെ പ്രതീക്ഷിച്ചതല്ല. ചേച്ചി, അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും മര്യാദയ്ക്ക് എന്റെ മോനെ തിരിച്ചതാ, ഇല്ലേ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. നീലിമ ഫോൺ എടുത്ത് പോലീസ് കൺട്രോൾ റൂം നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങി. എടോ, എന്തു നോക്കി നിൽക്കുക? അവള് പോലീസ് വിളിച്ച എല്ലാരും കുടുങ്ങും. അത് പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയുടെ അരികിലേക്ക് വന്ന് അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി. ഇതെന്തൊരു കഷ്ടമാണ് അഞ്ജലി, എന്റെ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവൻ ചെറുതാണെന്നേ ഉള്ളൂ, നല്ല ബുദ്ധിയാ ചെറുക്കന്. അവൻ ദൂരെ ഒന്നും പോയി കാണില്ല, ഇവിടെ തന്നെ കാണും, അഞ്ജലി പറഞ്ഞു. നീലിമ മറുപടി പറയാതെ അവിടെ നിന്നും അശ്വിനെ അന്വേഷിച്ച് പോവാൻ ശ്രമിച്ചു. പക്ഷേ അഞ്ജലി അവളെ തടഞ്ഞു. മാറി നിക്ക്, അവൻ സിദ്ധാർത്ഥ് വിശ്വയുടെ മകനാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അപ്പോ വിശ്വ ഗ്രൂപ്പിന്റെ അടുത്ത അവകാശി അവനാണ്. ഞങ്ങൾക്ക് അവനെ വെച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. സോ അവനെ കണ്ടുപിടിക്കേണ്ടത് ചേച്ചിയേക്കാൾ ഞങ്ങളുടെ ആവശ്യം.
അഞ്ജലി നീലിമയ്ക്ക് അരികിൽ വന്ന് പറഞ്ഞു. അഞ്ജലി പ്ലീസ്, എന്നെ പോവാൻ സമ്മതിക്ക്. നീലിമയുടെ ശബ്ദം ഇടറിയിരുന്നു. അഞ്ജലിയും അവളുടെ ആളുകളും നീലിമയെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് അവരെ മറികടന്ന് പോവാനും അവൾക്ക് കഴിഞ്ഞില്ല. ആകെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു നീലിമ. ചേച്ചി പോയാലെങ്ങനെയാ? സിദ്ധാർത്ഥ വിശ്വ പറഞ്ഞത് നീ അയാളുടെ പെണ്ണാണെന്നല്ലേ? സോ ചേച്ചിയും വച്ച് ഞങ്ങൾക്ക് കാര്യം നേടാം. അയാള് വരുമോ എന്നൊന്ന് കാണണമല്ലോ, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, സത്യമായ അയാളും ഞാനുമായി ഒരു ബന്ധവുമില്ല. എന്നെയും എന്റെ മോനെയും നിങ്ങൾക്ക് കൊന്നാലും അദ്ദേഹത്തെ അത് ബാധിക്കാനും പോകുന്നില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ചിരിച്ചതേയുള്ളൂ. സിദ്ധാർത്ഥ വിശ്വ നേരിട്ട് വന്നിട്ട് പറയുന്നു ചേച്ചി അയാളുടെ പെണ്ണാണെന്ന്. ചേച്ചി പറയുന്നു അയാളുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. ഞാനിപ്പോ ആര് പറയുന്നത് വിശ്വസിക്കണം? നീലിമ ആകെ കുഴഞ്ഞു. അഞ്ജലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും അവളുടെ മനസ്സിൽ തോന്നിയില്ല. അവൾ ദയനീയമായി അഞ്ജലിയെ നോക്കി. അഞ്ജലി അപ്പോൾ അവളുടെ ആളുകളോട് പറഞ്ഞു, കൊണ്ടുപോയി ആ മുറിയിലിട്ട് പൂട്ട്. അഞ്ജലി പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയെ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി. നീലിമ കുതറാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. അഞ്ജലി പ്ലീസ്, എന്നെ പോവാൻ സമ്മതിക്ക്. മുറിയിൽ സിദ്ധാർത്ഥ് ഉണരുമ്പോൾ അടുത്ത് അശ്വിൻ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. മോൻ എപ്പെണീറ്റു? കുറച്ചു നേരമായി. അമ്മയെ വിളിക്കണ്ടേ? ഞാൻ ഡാഡി ഉണരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഫോൺ ലോക്ക് തുറന്ന് അശ്വിന് കൊടുത്തു. അശ്വിൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥിന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ അശ്വിൻ ഉറക്കത്തിൽ അമ്മയെ വിളിച്ച് കരഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവന്റെ മുഖത്തുണ്ടായിരുന്നു. അശ്വിനോട് അവനത് പ്രകടിപ്പിച്ചില്ല. ഡാഡി, അമ്മയെ വിളിച്ചിട്ട് ഇപ്പോഴും കിട്ടുന്നില്ലല്ലോ, അശ്വിൻ പേടിയോടെ ചോദിച്ചു. ഉറക്കച്ചടവ് മാറാതെ സിദ്ധാർത്ഥ ഫോണെടുത്ത് നീലിമയുടെ നമ്പറിലേക്ക് ഒന്നുകൂടി ഡയൽ ചെയ്തു നോക്കി. അശ്വിൻ പറഞ്ഞതുപോലെ കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു. സിദ്ധാർത്ഥ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബോഡി ഗാർഡിനെ അകത്തേക്ക് വിളിച്ചു. ആ നീലിമ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് മോൻ നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് വാ. ശരി സർ. ബോഡി ഗാർഡിൽ ഒരാൾ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അശ്വിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവനെയും എടുത്ത് ഹോട്ടലിൽ വിളിച്ച് ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. സത്യത്തിൽ സിദ്ധാർത്ഥ് കുട്ടികളെ എടുക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ അശ്വിനോട് മാത്രം അവന് വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ട്. അശ്വിന് ഫുഡ് വാരിക്കൊടുക്കുന്ന സിദ്ധാർത്ഥിനെയാണ് മുറിയിലേക്ക് കയറി വന്ന ബോഡി ഗാർഡ് കാണുന്നത്. അയാൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. സിദ്ധാർത്ഥ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അയാൾ ആദ്യമായി കാണുകയാണ്. എന്താടോ പോയ കാര്യം? അത് സർ, ആ കുട്ടി ഇന്ന് ജോലിക്ക് വന്നിരുന്നു. പക്ഷേ അവൾ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. തട്ടിക്കൊണ്ടുപോയോ? ആര്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഒരു പെണ്ണാണെന്ന് അവര് പറഞ്ഞത്. അത് ആ ആന്റി ആയിരിക്കും ഡാഡി. അവര് എന്റെ അമ്മയെ ഉപദ്രവിക്കും, അശ്വിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ഉദ്ദേശിച്ചത് അഞ്ജലിയാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. ഡാഡി, ആന്റിക്ക് അമ്മയെ തീരെ ഇഷ്ടമല്ല. അവരമ്മയെ കൊല്ലും ഡാഡി. നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. സംഭവിച്ച പിന്നെ അവരൊന്നും ഈ ഭൂമിയിലുണ്ടാവില്ല. സിദ്ധാർത്ഥ് വളരെ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊരു ഭയം സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ നിറഞ്ഞു. ആരെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ആളല്ല സിദ്ധാർത്ഥ്. എന്നിട്ടും അവന് നീലിമയെ ഉടനെ രക്ഷിക്കണമെന്ന് തോന്നി. അഞ്ജലി നീലിമയെ ഒരു മുറിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവൾ നീലിമയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഫോണിൽ റീൽസ് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അവളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു നീലിമയ്ക്ക്. പക്ഷേ കൈകൾ കെട്ടിയതുകൊണ്ട് അവൾക്ക് അനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. എന്താ ചേച്ചി സൈലന്റ് ആയത്? അല്ല, അത് പോട്ടെ, നീ എന്തിനാ ഈ കിടന്ന് ചാടുന്നത്? നിനക്ക് എന്ത് സംഭവിച്ചാലും സിദ്ധാർത്ഥ സാർ നിന്നെ രക്ഷിക്കാൻ വരാറുള്ളതല്ലേ. എന്തേ ഇനി വരില്ലെന്ന് പേടി തോന്നുന്നുണ്ടോ? നീലിമ അതിനു മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥ എന്തിന് തന്നെ രക്ഷിക്കണം? അല്ലെങ്കിൽ തന്നെ തലേ ദിവസം അയാളുമായി ഉണ്ടായ ഇൻസിഡന്റ് കാരണം അയാൾ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരിക്കും. അപ്പോഴാണ് രക്ഷിക്കാൻ വരുന്നത്. നീലിമ തന്റെ നിസ്സഹായാവസ്ഥ ഓർത്തു. പക്ഷേ അത് അഞ്ജലി അറിഞ്ഞാൽ അവൾ തന്നെ കൂടുതൽ തളർത്താനേ ശ്രമിക്കൂ. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആദ്യം വേണ്ടത്.
അതുകൊണ്ട് നീലിമ പഴയ നാടകം തുടരാൻ തന്നെ ശ്രമിച്ചു. നോക്കഞ്ജലി, സിദ്ധുവേട്ടൻ ഈ കാര്യം അറിഞ്ഞ നീയും നിന്റെ ആൾക്കാരും ഇതുപോലെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് കുഞ്ഞിനെ കാണാതായത് അറിഞ്ഞു കാണില്ല. അല്ലെങ്കിൽ ഇപ്പൊ നീയൊന്നും ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ വിട്ടേക്ക്. കൂടുതൽ പ്രശ്നം വിളിച്ചു വരുത്തണ്ട. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ശരിക്കും വിരണ്ടുപോയി. സത്യത്തിൽ സിദ്ധാർത്ഥ നീലിമയുടെ ആരുമല്ല എന്ന് തെളിയിക്കണമെന്ന് വിചാരിച്ചാണ് അഞ്ജലി ഓരോന്ന് പറഞ്ഞത്. പക്ഷേ നീലിമ പറയുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ നീലിമയെ ശരിക്കും വിവാഹം കഴിച്ചു കാണുമോ എന്ന് അഞ്ജലിക്ക് തോന്നി. എന്തായാലും നിന്റെ സിദ്ധാർത്ഥ സാറ് തിരക്ക് കഴിയുമ്പോ ഇതൊക്കെ അറിയും. അപ്പോ അയാളിങ്ങോട്ട് വന്നോളും. അതുവരെ നീ ഇവിടെ തന്നെ ഇരിക്കെ. ഇത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി. അവൾ വെറുതെ പറഞ്ഞു, സിദ്ധു വരും, നീ കണ്ടോ. സിദ്ധാർത്ഥന് അവളെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നവൾക്കറിയാം. ഇന്നലെ അശ്വിനെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ പോലും അയാൾ സഹായിക്കാൻ ശ്രമിച്ചില്ല. അഞ്ജലി സിദ്ധാർത്ഥന്റെ പേര് കേട്ടാൽ ഭയന്ന് തന്നെ പോവാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ സിദ്ധാർത്ഥ വരുമെന്ന് പറഞ്ഞത്. പക്ഷേ അഞ്ജലിക്ക് യാതൊരു കൂസലുമില്ലെന്ന് കണ്ടപ്പോൾ നീലിമ അസ്വസ്ഥയായി. മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ നീലിമ വല്ലാതെ വീർപ്പുമുട്ടി. അഞ്ജലിയും ആളുകളും മുറിയിൽ തന്നെ ഇരിക്കുന്നത് കാരണം അവൾക്ക് ഒന്ന് കുതറാൻ പോലും സാധിച്ചില്ല. അപ്പോഴാണ് അച്ഛൻ വാസുദേവൻ അവിടേക്ക് കയറി വരുന്നത്. അയാളെ കണ്ടപ്പോൾ നീലിമ മുഖം തിരിച്ചു കളഞ്ഞു. അയാളെ അച്ഛനായി കാണാൻ വരെ അവൾക്കിനി സാധിക്കില്ലായിരുന്നു. അത്രത്തോളം അയാൾ മകളെ ദ്രോഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ ഏക ആശ്രയമായ കുഞ്ഞിനെയും അവളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. വാസുദേവൻ നീലിമയെ ശ്രദ്ധിക്കാതെ അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു. അഞ്ജലി അച്ഛനെ കണ്ട് എഴുന്നേറ്റ് നിന്നു. എന്തായി മോളെ, അതിനെ കിട്ടിയോ? ഇല്ലച്ചാ, ആ ചെക്കൻ പഠിച്ച കള്ളനാണ്. എവിടെയെങ്കിലും കയറി ഒളിച്ചിരിപ്പുണ്ടാവും, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, ഇപ്പോഴും നിനക്ക് ഞാൻ തന്ന ഔദാര്യമാണ് നിന്റെ ജീവിതം, അത് മറക്കരുത്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ഒന്ന് പകച്ചുപോയി. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അച്ഛനറിയും. അപ്പോഴേക്കും അവിടേക്ക് സത്യഭാമ കയറി വന്നു. നീലിമയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഉള്ളിൽ സന്തോഷം തോന്നി. അവൾ പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വന്നേ. സംസാരം നീലിമ കേൾക്കാതെ ഇരിക്കാനാണ് അവർ വാസുദേവനെ പുറത്തേക്ക് വിളിച്ചത്. സത്യഭാമയ്ക്ക് പിന്നാലെ അഞ്ജലിയും വാസുദേവനും മുറിയിൽ നിന്നിറങ്ങി. അല്പം മാറി നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ദൂരെ ആയിരുന്നതുകൊണ്ട് നീലിമയ്ക്ക് അവരുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും തനിക്കെതിരെയുള്ള എന്തെങ്കിലും പ്ലാൻ ആയിരിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. സത്യഭാമ ഭർത്താവിനെ നോക്കി പറഞ്ഞു, അല്ല, നിങ്ങൾക്കെന്താ വെളിവില്ലാതെയായോ? ആ സിദ്ധാർത്ഥ വിശ്വ ഇവളെപ്പോലെ ഒരുത്തിയെ വിവാഹം ചെയ്യുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ? പെണ്ണ് എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് തിരിച്ചു വന്നതാന്ന് എനിക്ക് തോന്നുന്നത്. അത് വല്ല തെരുവ് തെണ്ടിക്കും ജനിച്ച കൊച്ചായിരിക്കും. അല്ലാതെ സിദ്ധാർത്ഥ അത്ര മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അവൻ മകനാണെന്ന് സിദ്ധാർത്ഥ പറഞ്ഞതോ? വാസുദേവന്റെ ചോദ്യം കേട്ട് ഇനി ഒരു പക്ഷേ അത് അവന്റെ കുഞ്ഞു തന്നെ ആയിരിക്കുമോ എന്ന് അഞ്ജലിക്കും സത്യഭാമയ്ക്കും സംശയം തോന്നി. അത് വെറുതെ പറഞ്ഞതാവൂ അച്ഛാ, അഞ്ജലി പറഞ്ഞു. അത് കേട്ട് വാസുദേവന്റെ മുഖത്ത് വിഷാദം നിഴലിച്ചു. അത് അശ്വിനെയും നീലിമയും ഓർത്തായിരുന്നില്ല. മകനെ വെച്ച് വിലപേശിയാൽ സിദ്ധാർത്ഥന്റെ കമ്പനിയുമായി സഖ്യമുണ്ടാക്കാമെന്നും അതുവഴി ബിസിനസ് രംഗത്ത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള തന്റെ പദ്ധതികൾ ഇനി നടക്കില്ലല്ലോ എന്നോർത്താണ് വാസുദേവൻ വിഷമിച്ചത്. അതെ അച്ഛാ, എനിക്കും അങ്ങനെ തന്നെ ഇപ്പൊ തോന്നുന്നു, അഞ്ജലി പറഞ്ഞു. വാസുദേവൻ സംസാരിച്ചില്ല. അയാൾ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥന്റെ ബിസിനസ്സിൽ പങ്കാളി ആവണമെന്ന ചിന്തയിലായിരുന്നു. മനുഷ്യ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ സുധാകരനുമായി ഇവരുടെ കല്യാണം നടത്താൻ നോക്ക്. അതായിപ്പോ നല്ലത്. അയാൾക്കും പൂത്ത കാശുണ്ടല്ലോ. നമുക്ക് ആരായാലും എന്താ, കാശ് കിട്ടിയാ പോരെ. സത്യഭാമ തന്മയത്വത്തോടെ കാര്യം അവതരിപ്പിച്ചു. അമ്മ പറഞ്ഞതാ ശരിയച്ചാ, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. നീലിമയെ ആ കിളവനെ കൊണ്ട് കെട്ടിക്കാൻ അഞ്ജലിക്കായിരുന്നു കൂടുതൽ തിടുക്കം. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥ് എന്ന സുന്ദരനായ ബിസിനസ്സുകാരനെ നീലിമയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാമെന്ന് അവൾ ചിന്തിച്ചു. എന്താടി, നാക്കറങ്ങിപ്പോയോ? അഞ്ജലി ചോദിച്ചു. നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു, വേണ്ട അഞ്ജലി, നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നീ എന്നെ പ്രകോപിപ്പിച്ചാലും ഞാൻ ദേഷ്യപ്പെടില്ല. കാരണം എന്റെ കുഞ്ഞു മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഓ, എന്നാ ഇനി അവനെ നോക്കണ്ട. ഇപ്പൊ തന്നെ വല്ലവനും തട്ടിക്കൊണ്ടുപോയി കണ്ണു ചുഴന്ന് ഭിക്ഷിക്കിരുത്തി കാണും. അഞ്ജലി, എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ സത്യമായിട്ട് ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എന്നോട് കാണിച്ച സകല ചതികളും ഞാൻ ക്ഷമിച്ചതാ. പക്ഷേ ഒന്നും അറിയാത്ത എന്റെ അച്ഛനെ ദ്രോഹിച്ച ക്ഷമിക്കില്ല ഞാൻ.
ഛീ, നാവടക്കടി, വാസുദേവൻ ഉച്ചത്തിൽ പറഞ്ഞു. അച്ഛാ, നിങ്ങൾക്ക് എന്നോടല്ലേ വിരോധം? എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ മോനൊന്ന് കാണിച്ചു തന്നാ മതി. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നീലിമ ദയനീയമായി കരഞ്ഞു പറഞ്ഞത് കേട്ടിട്ടും വാസുദേവന്റെ മനസ്സലിഞ്ഞില്ല. അയാൾ കൂടുതൽ വാശിയോടെ അവളെ നോക്കി പറഞ്ഞു. അങ്ങനങ്ങ് പോയാൽ എങ്ങനെയാ നീ? ഒന്നുമില്ലേലും നിന്നെ ഇത്രയൊക്കെ വളർത്തിയതല്ലേ ഞാൻ. അപ്പോ അതിന്റെ കാശ് കിട്ടണം. മുതലും പലിശയും മുഴുവൻ മുതലാക്കിയിട്ടേ ഞാൻ വിടൂ. ഒന്നുകിൽ സിദ്ധാർത്ഥിനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം ശരിയാക്കി എടുക്ക്. അല്ലേൽ. വാസുദേവൻ ഒന്ന് നിർത്തി. അത് കേട്ട് നീലിമ അയാളെ നോക്കി. അയാൾ കൂടുതൽ അപകടകരമായ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. നീലിമ മിണ്ടാതിരിക്കുന്നത് കണ്ട് വാസുദേവൻ തുടർന്നു. സിദ്ധാർത്ഥന്റെ കാര്യം നിനക്ക് ശരിയാക്കാൻ പറ്റില്ലെങ്കിലും സാരമില്ല. വേറൊരു വഴി കൂടിയുണ്ട്. നീ സുധാകരന് കല്യാണം കഴിക്കണം. അയാള് നല്ലവനാ ചേച്ചി. ഇഷ്ടം പോലെ കാശുണ്ട് കയ്യില്. ചേച്ചിയെ പൊന്നു പോലെ നോക്കിക്കോളും. അഞ്ജലി പരിഹസിക്കുന്നത് പോലെ പറഞ്ഞു. അഞ്ജലി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് അയാളെ കെട്ടാൻ പറ്റില്ലെന്ന്. ഇനിയും ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചാൽ നിന്റെ കരണം ഞാൻ തല്ലിപ്പൊളിക്കും. അതോടെ നിന്റെ സകല ഡ്രാമയും തീരും. നീലിമ വാശിയോടെ പറഞ്ഞു. ഹേ, ഇത് നല്ല തമാശ. ഞാനെന്ത് ഡ്രാമ കാണിച്ചു? എന്റെ ചേച്ചിക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? അഞ്ജലി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നല്ല ജീവിതം? നീ കാണിച്ച ഡ്രാമ എന്നെ കൊണ്ട് പറയിക്കരുത്. നീലിമ രൂക്ഷമായി അഞ്ജലിയെ നോക്കി. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ജലി ഒന്ന് വിരണ്ടു. അന്ന് നടന്നതെന്തെങ്കിലും നീലിമ വിളിച്ചു പറയുമോ എന്ന് അവൾ ഭയന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.